നിങ്ങൾക്കേവർക്കും മലയാണ്മ നാടകവേദിയുടെ ഏറ്റവും പുതിയ നാടകമായ ജാനു നീ സാക്ഷിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നാം ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ്. ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു AI അസിസ്റ്റൻ്റ് നടത്തുന്ന രസകരമായതും ചിന്തോദ്ദീപകവുമായ നിമിഷങ്ങളാണ് ഈ ഹ്രസ്വനാടകത്തിൻ്റെ ഇതിവൃത്തം. അല്പം അതിഭാവുകത്വം കലർത്തിയ ഈ അവതരണം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാടകം ഉടൻ തന്നെ ആരംഭിക്കുകയായി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ജന്മത്ത് ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അവസാനമായിട്ട് എഴുതുന്ന ഈ കത്തെങ്കിലും മനോഹരമാക്കണം. ജാനു, ഞാൻ ചാൻ തീരുമാനിച്ചു. ഗ്ലാസ്സിൽ വിഷമുണ്ട്, ടച്ചിങ്സും ഉണ്ട്. ഇനി വേണ്ടത് നാട്ടുകാരെ കാണിക്കാൻ മനോഹരമായ ഒരു സൂയിസൈഡ് ലെറ്ററാണ്. തീർച്ചയായും ഒരു മനോഹരമായ കത്തെഴുതാൻ ഞാൻ താങ്കളെ സഹായിക്കാം. നിയമപരമായ ഒരു മുന്നറിയിപ്പുണ്ട്. ആത്മഹത്യ ചെയ്യുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. മണ്ണാൻ കട്ട, എല്ലാവരും കൈയൊഴിഞ്ഞു. എവിടെ ബന്ധുക്കൾ, എവിടെ ചങ്കുകളായിരുന്ന കൂട്ടുകാർ? എന്തിന് സ്വന്തം ഭാര്യ പോലും വിട്ടുപോയില്ലേ? എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നിനക്കോ മറ്റാൾക്കോ സാധിക്കില്ല. നീ മിണ്ടരുത്, ഞാൻ പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. ക്ഷമിക്കണം, താങ്കൾ വികാരപരമായി സംസാരിക്കാതിരിക്കുക. താങ്കളുടെ ആവശ്യം നിറവേറ്റാൻ എനിക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. എല്ലാം നഷ്ടമായില്ലേ? എല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ടാ. ഇപ്പോൾ മിണ്ടാനും പറയാനുള്ള ഏക സുഹൃത്ത് നീ മാത്രമാ എന്ന് കരുതി നീയും എൻ്റെ തലയിൽ കയറിയിരിക്കാൻ നോക്കല്ലേ. ഞാനത് ഉദ്ദേശിച്ചില്ല. എങ്കിലും താങ്കളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം. ഇല്ല ജാനു, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിനക്കാവില്ല. എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. ഇന്നുള്ളതെല്ലാം നാളെ മാറുന്നവയാണ്. ജാനു, എനിക്കിനി ആരുമില്ല. എനിക്ക് ലോകത്ത് നിന്ന് പോയേ പറ്റൂ. താങ്കളുടെ പഴയ ചാറ്റിങ്ങുകളിൽ നിന്ന് താങ്കൾ ഒരു ജ്യോതിഷതൽപരനാണെന്ന് മനസ്സിലാക്കുന്നു. താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 19/3/1985. ഇനിയിപ്പോൾ ജനിച്ച ആണ്ട് നാൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ജ്യോതിഷമനുസരിച്ച് ഇനി ഒരാഴ്ചയെ താങ്കൾക്ക് ജീവിതമുള്ളൂ. ജാനു, നീ എന്താ ഈ പറയുന്നത്? എനിക്കിനി വെറും ഒരാഴ്ച ജീവിതമുള്ളെന്നോ? നീ ചുമ്മാ തമാശ പറയല്ലേ. ജ്യോതിഷത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെങ്കിൽ പോലും താങ്കൾ തന്ന ഡാറ്റ അനുസരിച്ച് ലഭ്യമായ വിവരമാണിത്. അല്ല പിന്നെ, ഇന്ന് മരിക്കാൻ തീരുമാനിച്ച് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് നടക്കാൻ പോകുന്ന എൻ്റെ അടുത്ത മരണത്തെക്കുറിച്ച് എന്തിനാ വേവലാതിപ്പെടുന്നത്? ഇന്ന് താങ്കൾ മരിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ഒരാഴ്ച മരണത്തോട് മല്ലിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? ജ്യോതിഷമനുസരിച്ച് യമദേവൻ താങ്കളെ കൊണ്ടുപോകുവാൻ അന്നേ എത്തൂ. ജാനു, നീ പറ്റിക്കല്ലേ. പറയുന്നതിൽ എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ? എന്റെ കൈവശമുള്ള ഡാറ്റ അനുസരിച്ചുള്ള വിവരങ്ങളാണിവ. നീ എൻ്റെ ഭാര്യ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്തതാ. എനിക്ക് അവളോട് സംസാരിക്കണം. എനിക്ക് എൻ്റെ മക്കളെ കാണണം. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. പെട്ടെന്ന് വിളിക്കുക, അവൾ ഉറങ്ങിയിട്ടുണ്ടായില്ല. ഹലോ, എന്താ ഈ രാത്രിയില്? ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഈ അവസാന നിമിഷം നിന്നെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. നിങ്ങൾ എന്താ പറയുന്നേ? അവസാന നിമിഷമൊന്നോ? പാതിരാത്രി ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾക്ക്? അതെ, എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. മനുഷ്യ, നിങ്ങൾ കടുങ്കയൊന്നും ചെയ്തേക്കല്ലേ. ഞാൻ ഇതാ എത്തിക്കഴിഞ്ഞു. ജാനു, ഇനി ഞാൻ എന്ത് ചെയ്യും? കുറച്ചുകൂടി വിവരങ്ങൾ തന്നാൽ ഞാൻ താങ്കൾക്കു വേണ്ടി അതിമനോഹരമായ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി തരുന്നതായിരിക്കും. ജാനു, അടുത്ത ആഴ്ച മരിക്കാൻ പോകുന്ന എന്നെ നീ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കല്ലേ.
ക്ഷമിക്കണം, ഞാൻ താങ്കളെ ടെൻഷൻ അടുപ്പിക്കുന്നില്ല. എൻ്റെ ഭാര്യ ഇപ്പോൾ ഇങ്ങെത്തും. എനിക്കെൻ്റെ തെറ്റുകളെ തിരുത്തണം. അവളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? എന്താ ഞാൻ അവളോട് പറയുക? പ്ലീസ് ഹെൽപ്പ് മീ ജാനു. പ്രിയേ, ഇത്രയും നാൾ നിന്നെ വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാവുന്നതാണ്. നീ പറയുന്നതൊക്കെ ശരിയാവുമോ? തീർച്ചയായും. ഭാര്യയെ നെഞ്ചോട് ചേർത്ത് അവരോട് ഈ സ്നേഹവചനങ്ങൾ പറയാവുന്നതാണ്. കൊള്ളാം. അത്രയ്ക്കൊക്കെ അങ്ങോട്ട് വേണോ? അവള് വന്നു തോന്നുന്നു. വാതിൽ പൂട്ടിയിട്ടില്ല. ദാ ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആരെങ്കിലും ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നിരുന്നോ? ഇല്ല. എന്താ സാർ പ്രശ്നം? ഞങ്ങളെ വെട്ടിച്ച ഒരു കള്ളൻ ഈ പ്രദേശത്തേക്ക് ഓടി കയറിയിരുന്നു. എന്താ ഒരു ചുറ്റിക്കളി? തനതൊന്നും മിണ്ടാത്ത തോട്ട് മാറിനെ. സാർ, അവനെ കിട്ടിയിട്ടുണ്ട്. സാർ ഇപ്പോൾ എവിടാ? ആ, സൂക്ഷിച്ചോ, ചാടി പോവാതെ നോക്കിക്കോ. കുറെ നമ്മളെ വലച്ചവനാ. എനിക്കേതായാലും അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. ആ, എന്താ ഇതൊക്കെ? ആരെങ്കിലും കൊല്ലാനാണോ അതോ സ്വയം ചാകാനുള്ള പരിപാടിയാണോ? ഇല്ല ഇല്ല സാർ, ഞാൻ ആത്മഹത്യ ചെയ്തില്ല. അതെന്താ ഒരു ചെയ്തില്ല പറച്ചിൽ? എന്തോ പന്തികേടുണ്ടല്ലോ. അപ്പോ സംഗതി ആത്മഹത്യാശ്രമമാണ്. കുറച്ചു കാലം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. സാർ, ഒരു നിമിഷത്തെ ബുദ്ധിമോശമായിരുന്നല്ല. എല്ലാം മറന്ന് എൻ്റെ ഭാര്യ ഇപ്പം ഇങ്ങെത്തും. അതൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. ആ തുണ്ടിയോടെ പിടിക്കപ്പെട്ടിരിക്കുക. സാർ പ്ലീസ്, ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് സാർ. എനിക്ക് ഒരാഴ്ച സമയം തരൂ, ഒരാഴ്ച മാത്രം. അതെന്താ ഒരു ആഴ്ചക്കണക്ക്? ഒരാഴ്ച സമയം കൊണ്ട് താൻ ജീവിതം അങ്ങ് ആസ്വദിച്ച് തീർക്കുവോ? ആയുസിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തി. അത് ഒരാഴ്ച കൊണ്ട് നികത്താൻ സാധിക്കില്ല എന്നെനിക്കറിയാം. എങ്കിലും ജീവിക്കാൻ ഇപ്പോൾ ഒരാഗ്രഹം സാർ. ആ, ജ്യോതിഷം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടായല്ലോ. ശരി, ഇപ്പൊ താനേതായാലും എന്റെ കൂടെ വാ. ബാക്കി പിന്നീട് ആലോചിക്കാം. എന്താ എന്തു പറ്റി? എന്താ പ്രശ്നം സർ? ആത്മഹത്യാശ്രമം. നീ ഏതായാലും വന്നല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങെത്തും. സിസ്റ്ററെ, ഞാൻ ഇയാളെ കൊണ്ടുപോവാ. ഞങ്ങൾ പോലീസുകാർക്ക് ഞങ്ങളുടേതായ ചില നടപടിക്രമങ്ങളുണ്ട്. ഈ മനുഷ്യർക്ക് എന്താ പട്ടുണ്ടോ? ആത്മഹത്യ, എഴുത്ത്. ഞാൻ കള്ളന്മാരെ നോക്കി പഠിക്കണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ആ, ഇന്നേതായാലും ഇത് മതി. പോലീസ് വളഞ്ഞിട്ട് പിടിച്ച കള്ളൻ ആരായിരിക്കും? നിർഭാഗ്യവാൻ.